ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ വളങ്കടിയെ കുറിച്ചിട്ടുള്ളതാണ്. ഇപ്പൊ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും വന്നു വിടുന്ന ഒരു അസുഖമാണ് വളങ്കടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ വളങ്കടി എങ്ങനെ പെട്ടെന്ന് മാറ്റാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് എന്തെല്ലാമാണ് ആവശ്യമായിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനു മുൻപായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മടിക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണും ഓൾ എന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമാണ് ഞാൻ അടുത്തതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇതിനകത്തോട്ട് ചേർക്കണം. ഞാൻ വളരെ ചെറിയ സ്പൂണിലാണ് എടുത്തേക്കുന്നത്. 1/4 ടീസ്പൂണോളം മാത്രം മതിയാവും. ഇതിന്റെ അളവ് അല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ കൂടിയെന്ന് വെച്ചിട്ട് ഒരു പ്രശ്നവും. മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി നമുക്കറിയാം നല്ലൊരു അണുനാശിനിയാണ് മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത്. ഇതിപ്പോ ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചേക്കുന്ന മഞ്ഞളാണ്. അപ്പോൾ പച്ചമഞ്ഞളാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത്. ഇപ്പൊ ഞാൻ ഓൾറെഡി ഇത് പൊടിച്ചു വെച്ച് പോയി. അതുകൊണ്ട് നിങ്ങൾക്ക് പച്ചമഞ്ഞൾ കിട്ടുമെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. അപ്പൊ ഞാനത് പൊടിച്ചു വെച്ചേക്കുന്നതാണ്, വീട്ടിൽ തന്നെ ഉള്ളതാണ്. അപ്പൊ കൂടുതൽ നിങ്ങൾ കടയിൽ നിന്ന് പൊടി ഉപയോഗിക്കുന്നവരാണെങ്കിൽ കടയിൽ നിന്ന് വാങ്ങാത്തതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് വേണ്ടുന്നത് ആര്യവേപ്പിന്റെ ഇലയാണ്. ആര്യവേപ്പിന്റെ 2 കതിർപ്പ് ഇലയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ അളവ് ഒരല്പം കൂടി പോയതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. ഞാനിപ്പോ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയായിട്ട് 2 കതിർപ്പ് ഇലയാണ് എടുത്തേക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതലോ കുറച്ചോ ഒക്കെ എടുക്കാം. അത് നിങ്ങൾക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് എടുക്കാം. അപ്പൊ ഒരുപാട് ഭാഗത്ത് നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ അളവ് നിങ്ങൾക്ക് കൂട്ടിയെടുക്കാവുന്നതാണ്. ഇപ്പൊ ഈ ഇലകളൊക്കെ ഒന്ന് ഇതിൽ നിന്നും അടർത്തി മാറ്റി ഈ ഒരു ബൗളിലേക്ക് നമുക്ക് ഇടാം. അപ്പൊ ഞാൻ ആ 2 കതിർപ്പ് ഇലയും ഇതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ വെള്ളം ചേർക്കാതെ ഇതൊന്ന് അരച്ചെടുക്കണം. ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത്. ഈ ഇല ഞാൻ ആദ്യം കഴുകി വെച്ചേക്കുന്നതാണ്. അപ്പൊ ഇതിന്റെ ഈ ഇലയിലൊക്കെ കണ്ടില്ലേ ഒരു ചെറിയ നനവൊക്കെ ഉണ്ട്. ഇലയിൽ കണ്ടില്ലേ ചെറിയൊരു നനവുണ്ട്. ഇതേപോലെ നിങ്ങൾ കഴുകിയ പാടെ എടുത്ത് അരച്ചാൽ മതി. അപ്പൊ ആ ഇലയിലുള്ള നനവ് മാത്രം മതിയാവും ഇത് അരഞ്ഞു കിട്ടാനായിട്ട്. അത് പച്ചമഞ്ഞൾ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മഞ്ഞളിന്റെ ഒരു നീര് ഇറങ്ങി വരില്ലേ, അപ്പൊ അത് രണ്ടും കൂടി ആവുമ്പോൾ വെള്ളത്തിന്റെ ആവശ്യമില്ല. അപ്പൊ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് നല്ല പേസ്റ്റ് പോലെ തന്നെയാണ് അരച്ചെടുത്തേക്കുന്നത്. ഒരുപാട് പേസ്റ്റ് ആവണമെന്ന് നിർബന്ധവും ഇല്ല, എന്നാൽ തീരെ ചതഞ്ഞ പോലെ ഇരിക്കരുത്. ഈ ഒരു പാകം കറക്റ്റ് ആണ്. ഞാൻ വെള്ളം ചേർക്കാതെ തന്നെ ഈ ഇല അരിഞ്ഞപ്പോഴേക്കും ഇങ്ങനെയാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾ വെള്ളം ഒട്ടും തന്നെ ചേർക്കാനായിട്ട് പാടില്ല. ഇനി ഇതിനകത്തോട്ട് നമുക്ക് എന്താ ചേർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് വാസലിൻ ആണ്. നിങ്ങൾക്കറിയാം വാസലിൻ എന്ന് പറയുന്നത് നല്ലൊരു പെട്രോളിയം ജെല്ലിയാണ്. വളങ്കടി പോലുള്ള അസുഖങ്ങൾക്ക് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മരുന്നും കൂടിയാണ് വാസലിൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് ആര്യവേപ്പിന്റെ ഇലയും. നല്ല വിഷങ്ങളൊക്കെ മാറ്റുവാനായിട്ട് നല്ലതാണ്. അതും നല്ലൊരു അണുനാശിനി കൂടിയാണ്. നമ്മളിപ്പോ എടുത്തേക്കുന്ന മഞ്ഞൾപ്പൊടി ആയാലും അതുപോലെ തന്നെ ഈ ആര്യവേപ്പിന്റെ ഇലയായാലും വാസലിൻ എല്ലാം തന്നെ അണുവിമുക്തമാക്കാനായിട്ട് വളരെ ഉപകാരപ്പെടുന്ന ഒന്നാണ്. ഈ വാസലിൻ എടുക്കുന്ന സമയത്ത് ഒരുപാട് നാളൊന്നും പഴക്കമുള്ളതൊന്നും എടുക്കാനായിട്ട് നിൽക്കണ്ട. എൻ്റെ കയ്യിലുള്ളത് ഫ്രഷ് ബോട്ടിൽ തന്നെയാണ്. ഞാൻ ഒരു തവണ മാത്രമേ ഇന്ന് എടുത്തിട്ടുള്ളൂ. അപ്പൊ ഇതിൽ നിന്ന് നമുക്കൊരു അല്പം മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. നമ്മൾ നേരത്തെ മഞ്ഞൾപ്പൊടി എടുത്തതിനെക്കാട്ടി കുറച്ചുകൂടെ കുറഞ്ഞ അളവിൽ വാസലിൻ എടുക്കുക. ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇത് നമുക്ക് ഈ ഒരു മരുന്നുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. സ്പൂണിൽ നിന്ന് താഴെ വീഴാനായിട്ട് കുറച്ച് താമസം പിടിക്കും. അപ്പൊ ഈ ഒരു മരുന്നുമായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് വേഗത്തിൽ തന്നെ നമുക്കിത് അലിഞ്ഞു കിട്ടുന്നതായിരിക്കും. ഇപ്പൊ ഈ വാസലിൻ പൂർണ്ണമായിട്ടും ഇതുമായിട്ടും ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾ കുറേശ്ശെയായിട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് എവിടേക്കാണോ ഈ വളങ്കടി ബാധിച്ചിട്ടുള്ളത് ആ ഒരു ഭാഗത്ത് നിങ്ങൾ നല്ലതുപോലെ അപ്ലൈ ചെയ്യുക. നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കണം. എന്നിട്ട് ലൈറ്റ് ആയിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 15 മുതൽ 20 മിനിറ്റ് വരെയെങ്കിലും നിങ്ങൾ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇത്രയും സമയം നിർബന്ധമായിട്ട് നിങ്ങൾ വെച്ചിരിക്കണം. എങ്കിൽ മാത്രമാണ് ഈ ഒരു മരുന്നിന്റെ ഫലം നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ.
20 മിനിറ്റുകൾക്ക് ശേഷം നിങ്ങൾക്ക് ഇളം ചൂടുവെള്ളം ഉപയോഗിച്ചുകൊണ്ട് കൈകാലുകള് കാൽഭാഗം നിങ്ങൾക്ക് വൃത്തിയാക്കി കഴുകിയെടുക്കാവുന്നതാണ്. അപ്പൊ ആദ്യം നിങ്ങളിത് തേച്ച് തുടങ്ങുന്ന ആദ്യത്തെ ദിവസം തന്നെ നിങ്ങൾക്ക് ഇതിന്റെ വേദന പൂർണ്ണമായിട്ട് മാറി കിട്ടുന്നതായിരിക്കും. രണ്ടാമത്തെ ദിവസം തൊട്ട് നിങ്ങൾക്ക് ഈ വളങ്കടി പൂർണ്ണമായിട്ട് മാറി കിട്ടുന്നതായിരിക്കും. അപ്പോൾ വളങ്കടിയുള്ള എല്ലാവരും ഈ ഒരു മരുന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മരുന്നാണ്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും അറിയിക്കാനായിട്ട് മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട്